പുതുവത്സര ആഘോഷങ്ങൾക്കിടെ ഡൽഹിയെ നടുക്കി കൊലപാതക പരമ്പര. വെവ്വേറെ ഇടങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ 3 പേർ കുത്തേറ്റ് മരിച്ചു. തയ്യൽക്കാരനും ഇ റിക്ഷ ഡ്രൈവറും കൗമാരക്കാരനുമാണ് രാജ്യതലസ്ഥാനത്ത് ദാരുണമായി കൊല്ലപ്പെട്ടത്. മകനെ ഉപദ്രവിക്കരുത് എന്ന് അക്രമികളോട് കാലുപിടിച്ചപേക്ഷിച്ചിട്ടും അവർ കനിഞ്ഞില്ലെന്ന് കൊല്ലപ്പെട്ട കൗമാരക്കാരന്റെ അമ്മയുടെ വെളിപ്പെടുത്തൽ ഡൽഹിയുടെ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. തെക്കൻ ഡൽഹിയിലെ അംബേദ്കർ നഗറിലും സംഗം വിഹാറിലും ഒഖ്ലയിലുമായാണ് ഈ ചോരക്കറ പുരണ്ട ആക്രമണങ്ങൾ അരങ്ങേറിയത്. നിസ്സാര തർക്കങ്ങളാണ് പലയിടത്തും കൊലപാതകത്തിൽ കലാശിച്ചത്. പുതുവത്സര ദിനത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുകയായിരുന്ന ശിവം എന്ന യുവാവിനെയാണ് അംബേദ്കർ നഗറിൽ ഒരു കൂട്ടം അക്രമികൾ വളഞ്ഞിട്ട് ആക്രമിച്ചത്. മകനെ രക്ഷിക്കാൻ ഓടിയെത്തിയ അമ്മ ഇവരുടെ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മകനെ കൺമുന്നിലിട്ട് കൊത്തി കൊലപ്പെടുത്തുകയായിരുന്നു. സമാനമായ മറ്റൊരു സംഭവത്തിൽ സംഗം വിഹാറിൽ വെച്ചാണ് തയ്യൽ തൊഴിലാളിയായ സതീഷ് കൊല്ലപ്പെട്ടത്. മോഷണ ശ്രമത്തെ എതിർത്തതാണ് ഇദ്ദേഹത്തിന് ജീവനെടുക്കാൻ അക്രമികളെ പ്രേരിപ്പിച്ചത്. ഒഖ്ലയിൽ യാത്രക്കാരെ കാത്തു നിൽക്കുകയായിരുന്ന ഇ റിക്ഷ ഡ്രൈവറെയും അക്രമികൾ കുത്തി കൊലപ്പെടുത്തി. തുടർച്ചയായുള്ള ഇത്തരം അക്രമ സംഭവങ്ങൾ തലസ്ഥാന നഗരത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ ചോദ്യചിഹ്നത്തിലാക്കിയിരിക്കുകയാണ്. സംഭവങ്ങളിൽ ഡൽഹി പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. പ്രതികളിൽ ചിലരെ തിരിച്ചറിഞ്ഞതായാണ് സൂചന. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.